അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. പോയതിനോടൊപ്പം തന്നെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ബാബയ്ക്ക് നൽകിയപ്പോൾ ബാബ പറഞ്ഞു, ഓർമ്മയോടൊപ്പം കുട്ടികളുടെ സ്നേഹവും എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ എപ്പോഴാണോ ഓർമ്മയിൽ ഇരിക്കുന്നത്, അപ്പോഴാണോ ഓർമ്മ നിലനിൽക്കുന്നത്, അപ്പോഴാണോ ഓർമ്മ വരുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ മറന്നു പോകുന്നുണ്ടോ? ബാബ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, സദാ ഓർമ്മ നിലനിൽക്കുന്നതിനു വേണ്ടി അങ്ങ് തന്നെ ഏതെങ്കിലും യുക്തി പറഞ്ഞു തന്നാലും. ഞാൻ ബാബയോട് പിന്നെ പറഞ്ഞു, ഭക്തിയിലാണെങ്കിൽ ഭഗവാനെ ഓർമ്മിക്കുന്നതിന് വേണ്ടി മാല ജപിക്കാറുണ്ട്, സ്മരിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, രാമരാമ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ബാബ ഇത് കേട്ട് ഒരു സെക്കൻഡ് പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, ഓർമ്മയുടെ വളരെ നല്ല ഉപാധിയും യുക്തിയും പറഞ്ഞു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ബാബ കുട്ടികൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടി അറ്റൻഷൻ വരുത്തുന്നു. കുട്ടികളുടെ ജോലിയാണ് ബാബയെ ഓർമ്മിക്കുക എന്നത്. ഓർമ്മയും എപ്പോഴാണ് ഉണ്ടാകുന്നത്? എപ്പോഴാണോ മെയിൻ പവറുമായി കണക്ഷൻ യോജിച്ചിട്ടുണ്ടായിരിക്കുന്നത്, അഥവാ മെയിൻ പവറുമായി അല്പമെങ്കിലും കണക്ഷൻ അയഞ്ഞു പോവുകയാണെങ്കിൽ ലൈറ്റും കത്തുന്നു, അണയുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഇതേ രീതിയിൽ കുട്ടികളായ നിങ്ങളുടെ കണക്ഷൻ എപ്പോഴാണോ ബാബയോട് ഉണ്ടായിരിക്കുന്നത്, ബാബയെ കുട്ടികളായ നിങ്ങൾ ഓരോ രീതിയിലും അറിഞ്ഞു, തിരിച്ചറിഞ്ഞു, കണക്ഷൻ വെച്ചു. കണക്ഷൻ വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, ബാബയുമായുള്ള കണക്ഷൻ ലൂസ് ആകരുത്. ഒരിക്കലും ബാബയുമായുള്ള കണക്ഷൻ മുറിയരുത്. ഈ കാര്യത്തിൻ്റെ അഥവാ ഓർമ്മയുടെ മേൽ കുട്ടികളായ നിങ്ങൾക്ക് സ്വയം തൻ്റെ മേൽ അറ്റൻഷൻ ഉണ്ടായിരിക്കണം. ഏതുപോലെ സ്ഥൂല രീതിയിൽ മെയിൻ പവറുമായി എല്ലാ സ്വിച്ചിനും കണക്ഷൻ ഉണ്ടായിരിക്കും. താങ്കൾ പ്രവർത്തിപ്പിക്കുമ്പോൾ കത്തുന്നു, ലൈറ്റ് കത്തുന്നു, അയഞ്ഞതായിരിക്കുകയാണെങ്കിൽ കത്തുകയില്ല. ബാബ പറഞ്ഞു, അതേപോലെ കുട്ടികളായ നിങ്ങളുടെ മെയിൻ പവർ ബാബയാണ്. ആ ഒന്നിൽ നിന്നുമാണ് ശക്തി ലഭിക്കുന്നത്. സർവശക്തികളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്, സർവഗുണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു, ഒരിക്കലും ബാബയുമായി കുട്ടികളായ നിങ്ങളുടെ കണക്ഷൻ ലൂസാകരുത്, ലഘുവാകരുത്. അഥവാ അല്പമെങ്കിലും അയഞ്ഞു പോവുകയാണെങ്കിൽ ബാബ പറഞ്ഞു, ഓർമ്മയും അടിക്കടി മറന്നു പോകും. അതിനാൽ ബാബ കുട്ടികൾക്ക് ദിവസവും ഓർമ്മിക്കുന്നതിനുള്ള യുക്തിയും പറഞ്ഞു തരുന്നു, ഉപാധിയും പറഞ്ഞു തരുന്നു. ബാബ പറഞ്ഞു, സമയമനുസരിച്ച് ഇപ്പോൾ ബാബയുടെ കുട്ടികൾ വിശേഷ അറ്റൻഷൻ ഓർമ്മയുടെ മേൽ തന്നെയാണ് വെക്കേണ്ടത്. കുട്ടികൾ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുന്നു. ഓർമ്മ എന്നാൽ യോജിക്കൽ. ബാബ പറഞ്ഞു, കുട്ടികളായ നിങ്ങളുടെയും യോജിക്കൽ എന്ന് പറയാം, കണക്ഷൻ എന്ന് പറയാം. അത് വിശേഷിച്ച് ബാബയുടെ ഭാഗത്ത് യോജിച്ചിരിക്കട്ടെ. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗിൻ്റെ താലം വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വിശേഷിച്ച് 19-ാം തീയതിയാണ്. നമ്മുടെ നിർവയർ ഭായിയുടെയും ദിവസമാണ്. ബാബ നിർവയർ ഭായിയെയും എമർജ് ചെയ്തു. സദ്ഗുരുവാരുമാണ്. എമർജ് ചെയ്യുമ്പോൾ ഭോഗ് കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു. ബാബയും ആ കുട്ടികളെ തൻ്റെ ദൃഷ്ടിയുടെ മുന്നിൽ വയ്ക്കുന്നു. അപ്പോൾ നിർവയർ ഭായിജിയും എല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടെ ദൃഷ്ടി നൽകുന്നുണ്ടായിരുന്നു. വളരെയധികം സ്നേഹത്തോടെ നോക്കുകയായിരുന്നു, സംതൃപ്തം ആക്കുകയും ചെയ്യുകയായിരുന്നു. ബാബയുടെ സമീപം ഇരിക്കുകയായിരുന്നു. വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും ദൃഷ്ടിയും സ്നേഹസ്മരണകളും നൽകുകയായിരുന്നു. പിന്നെ പല ആത്മാക്കളുടെയും ഭോഗ് ആയിരുന്നു. ബാബ അവരെയും എമർജ് ചെയ്തു. ഭായിജിയെയും ബാബ എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാബ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ചു.
പിന്നെ ബാബ എല്ലാവരെയും മേർജ് ചെയ്തു. പിന്നെ എല്ലാവരെ പ്രതിയുമുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.